മണ്ണിനോട് ബന്ധപ്പെട്ട്, സ്ഥലത്തോട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഓൺലൈനിലും. എന്താ വരേണ്ടത്? 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഞാൻ എന്നാ വേണം? ആണോ? അല്ലെന്ന്. പിന്നെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടേ? നമുക്കൊരു രോഗമൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചികിത്സകളൊക്കെ തുടങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനി ഇത് രക്ഷപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്തു വരും? പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചിലർ പറയത്തില്ലേ, എൻ്റെ അച്ഛാ ഇനി ഏത് ആശുപത്രി പോകാനാ? പോകാവുന്ന എല്ലാ ആശുപത്രികളിലും പോയി. ചില പാരമ്പര്യ രോഗങ്ങൾ കടന്നു വന്നിട്ടുള്ളവരുണ്ടാവും. ഇനി രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എനിക്കാരുമില്ല എന്നുള്ള സങ്കടം ഇവന്റെ ഉള്ളിലല്ലേ? അല്ലേ? ഇവന്റെ രോഗം എന്തായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ശാരീരിക രോഗ കിടപ്പിലാണ്. പക്ഷേ ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് ഇവന്റെ മാനസിക അവസ്ഥ. മനസ്സിലായോ? മനസ്സിലുണ്ടാവുന്ന രോഗപീഠ എങ്ങോട്ട് പടരും? ശരീരത്തിലേക്ക് പടരും. നമ്മളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ശാരീരിക രോഗപീഠകൾക്ക് കാരണം മനസ്സിലുള്ള പല രോഗങ്ങളാണ്. നിസാരപ്പെട്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മേഖലയുള്ളവർ മാത്രമൊന്നുമല്ല, ഓരോ വ്യക്തിയും ചിന്തിക്കണം. നിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ കുനിഞ്ഞു നിർത്തുന്ന, നിന്റെ ജീവിതത്തെ കെട്ടിയിടുന്ന ചില പൈശാചിക ശക്തികളും വ്യക്തികളും മേഖലകളും നമുക്കൊക്കെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് 3 മേഖലകളിൽ വർഷങ്ങളായി തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മ അഭിഷേകം നിറയുന്ന വലിയ ഒരു ശുശ്രൂഷയാണ്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, ശ്രദ്ധിക്കണം, ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ അല്ല, ഒന്നിലധികം വർഷങ്ങളായി വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ ഏതെങ്കിലും തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥിക്കേണ്ട, പങ്കെടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. ഏതെങ്കിലും തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. ഇന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കാനൊക്കെ വന്ന് പറഞ്ഞ പോലെ, വർഷങ്ങളായി അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വത്ത് വിഭജനം നടന്നിട്ടില്ല, വർഷങ്ങളായിട്ട് അത് വല്ലാത്തൊരു ഭാരമാണ്, ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് നീങ്ങണം, ഈ സ്വത്ത് വിഭജനം നടന്നിട്ടില്ല. മണ്ണിനോട് ബന്ധപ്പെട്ട്, സ്ഥലത്തോട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഓൺലൈനിലും. അതൊരു തടസ്സമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയാണ് ചില ശാരീരിക രോഗങ്ങൾ. ഒരു ദിവസത്തെയല്ല, ഒരാഴ്ചത്തെയല്ല, വർഷങ്ങളായിട്ട് ചില ശാരീരിക രോഗപീഠകൾ ചില വ്യക്തികളും ചില മേഖലകളിലും അനുഭവപ്പെടുന്നു. നമ്മൾ ഇന്ന് ആ മേഖലകളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ഒരു മേഖല, വർഷങ്ങളായിട്ട് ചില ശാപപീഠകൾ, ചില ബന്ധനങ്ങൾ ചില വ്യക്തികളും കുടുംബങ്ങളും അനുഭവിക്കുന്നു. അത് ചിലപ്പോൾ ചില ദുശീലങ്ങളായിരിക്കും. ചില ദുശീലങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വർഷങ്ങളായിട്ട് ചില ദുശീലങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം. ഒരു ദിവസത്തെ മദ്യപാനമല്ല, ഒരാഴ്ചത്തെയല്ല, ഒരു മാസത്തെയല്ല, വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ചില തകർച്ചകളുടെ മേഖലകൾ. ഈ സമയത്ത് ഇപ്രകാരമുള്ള ഈ തടസ്സങ്ങളെ, വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങളുടെ മേഖലകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന സമയമാണ്. ആയതിനാൽ എല്ലാവരും നിവർന്നിരുന്നേ. സിറ്റ് സ്ട്രൈറ്റ്. വെരി ഗുഡ്. അപ്പം നമ്മൾ നന്നായിട്ട് വചനമൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ ഈ വിഷയങ്ങൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ 3 മേഖലകളെയും ചില വർഷങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്നാമത്തെ മേഖലയെ നമ്മൾ പരിചയപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 25.
വളരെ പരിചിതമായ തിരുവചനമാണ്. പക്ഷെ ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്താണ്? വർഷങ്ങളായിട്ട് നമുക്കുള്ള ചില തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ വചനം ഒന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനം വായിക്കാം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം കേട്ടല്ലോ. എത്ര വർഷമായി? ഒച്ചത്തി പറ. 12 വർഷമായി. നമ്മളിപ്പോൾ വചനം വായിച്ചല്ലോ. 25-ാം തിരുവചനമാണ്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മർക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഒച്ചത്തി പറയൂ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ വായിക്കുകയാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തു മനസ്സിലാവണം? എന്തു മനസ്സിലാവണം? പറഞ്ഞേ, എന്തു മനസ്സിലാവണം? ഇപ്പൊ ഇത് വായിക്കുവാണ്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? എന്താ വരേണ്ടത്? 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു, അതിനിപ്പോ ഞാൻ എന്നാ വേണം? ആണോ? ആണോ? അല്ലെന്ന്. പിന്നെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടേ? പറ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ശരി, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയാണോ? അല്ല. പിന്നെ എന്താ ചിന്തിക്കേണ്ടേ? 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന് എഴുതിയത് വായിക്കുമ്പോൾ നീ ഓർത്തോണം, വായിക്കുന്ന നീയും കേൾക്കുന്ന ഓരോരുത്തൻ്റെയും ഉള്ളിലും ഇതേ അവസ്ഥയുണ്ട്. യെസ് ഓർ നോ? യെസ്. ഇത് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 12ഓ 12-ലധികമോ ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ട് ചില രോഗങ്ങൾ, ചില പീഡകൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വർഷത്തിലധികമായിട്ടുള്ള ചില തടസ്സങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് അത്രമേൽ ശ്രദ്ധ നിങ്ങളുടേത് വേണം. ഈ സ്ത്രീയെക്കുറിച്ച് വചനം പറയുന്നു, 12 വർഷങ്ങളായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിസാരപ്പെട്ട രോഗമല്ല രക്തസ്രാവം. ശരീരത്തിലെ രക്തം വാർന്നു പോകുന്നു. ഈ സ്ത്രീയുടെ അവസ്ഥ എന്താ? ജീവിതത്തിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഇത് വായിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ എൻ്റെ പ്രതീകമാണ് ആര്? ഈ സ്ത്രീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ് ഈ സ്ത്രീ. കാരണം എന്നാന്നറിയോ? നമുക്കൊരു രോഗമൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചികിത്സകളൊക്കെ തുടങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനി ഇത് രക്ഷപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്തു വരും? നിരാശ. ഇനി ഞാൻ രക്ഷപ്പെടുകയല്ല, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഇനി എന്നാ ജീവിതം, ഇനി എന്തൊരു ജീവിതം, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല. നമ്മുടെ തലയ്ക്കകത്തേക്ക് അറിയാതെ നിരാശ കയറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ധ്യാനത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വന്നിരുന്നു. നല്ല മിടുക്കിയാണ്, നല്ല ചിരിയാണ് ഈ പെൺകുട്ടിയുടേത്. 23 വയസ്സ് കഴിഞ്ഞു. ഈ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത, ഇവളുടെ ശരീരത്തിൽ അനേകം മുറിവുകളുണ്ട്. ഈ മുറിവുകൾ ഉണങ്ങത്തില്ല. ഇവളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്, ശരീരത്തിൽ മുറിവുകളുണ്ട്, ഈ മുറിവുകൾ ഉണങ്ങത്തില്ല. ധ്യാനത്തിന് വരുന്ന അവസരത്തിൽ ഇവളുടെ ശരീരത്തിൽ 16-ലധികം സ്ഥലത്ത് ബാൻഡേജ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. 16-ലധികം സ്ഥലത്ത്. ഒരെണ്ണം 5 വർഷം കഴിഞ്ഞു, ഒരു വർഷം 7 വർഷം കഴിഞ്ഞു. എന്നോട് എണ്ണി പറയുക, അച്ഛാ ദേ ഇങ്ങോട്ട് നോക്കിക്കേ, 16-ലധികം സ്ഥലങ്ങളിൽ ശരീരത്തിൽ ബാൻഡേജ് ഇട്ട് കെട്ടിയിട്ട് വന്നിരിക്കുക. വർഷങ്ങളായിട്ട് ഇവൾ ഈ ധ്യാനത്തിന് വരാൻ കാരണം ഇവളുടെ ഉള്ളിൽ നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു നിരാശ എന്ന് പറയുന്ന ഒരു ദുർബോധം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു ദുർബോധം. കഴിഞ്ഞ നാളിൽ ഒരു പ്രാർത്ഥനാ അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ നിന്ന് ആ നിരാശ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ വലിയ പ്രത്യാശ കടന്നു വന്നു. പ്രാർത്ഥിക്കണം,
ദൈവത്തെ വിളിക്കണം. അങ്ങനെയാണ് ആ ധ്യാനത്തിന് വന്നത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ അടുത്ത വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. 26-ാം തിരുവചനം. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഇതാണ് വചനം. എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? പല വൈദ്യന്മാരുടെ അടുത്ത് പോയി പലതരത്തിലുള്ള ചികിത്സകൾ, എന്ന് പറഞ്ഞാൽ ഇനി അവൾ പോകാൻ ആശുപത്രികളൊന്നുമില്ല. പോകാവുന്ന എല്ലാ ആശുപത്രികളിലും പോയി. ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട് അല്ലേ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചിലർ പറയത്തില്ലേ, എൻ്റെ അച്ഛാ ഇനി ഏത് ആശുപത്രി പോകാനാ? പോകാവുന്ന എല്ലാ ആശുപത്രികളിലും പോയി. കാണാവുന്ന നാട്ടുവൈദ്യന്മാരുടെ അടുത്തിൽ അല്ലേ, ആയുർവേദ ചികിത്സ, ഹോമിയോ ചികിത്സ, ഇംഗ്ലീഷ് മരുന്ന്. ഇനി ആരുടെ അടുക്കെ പോണം, എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തമില്ലാത്തൊരവസ്ഥ. ഇത് വായിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? പറ, ഇത് ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? ചേട്ടാ, ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? ഇത് വായിക്കുന്ന കേൾക്കുന്ന എൻ്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആശുപത്രികൾ മുഴുവൻ കയറിയിറങ്ങിയെന്ന്. എന്നിട്ട് വചനം എന്തെല്ലാം എഴുതിയിരിക്കുന്നത്? തൻ്റെ കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ പൈസ മുഴുവൻ തീർന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാവുന്നത് എടുത്തു, നാട്ടുകാരിൽ നിന്ന് വാങ്ങാവുന്നതൊക്കെ വാങ്ങി, കിട്ടാവുന്ന സഹായം മുഴുവൻ മേടിച്ചു, ഇതെല്ലാം ചെലവഴിച്ചു. പക്ഷേ മെച്ചമില്ല. ബൈബിളിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകണം, അവളുടെ ബുദ്ധി കൊണ്ട് അവൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവളുടെ ബുദ്ധി കൊണ്ട് അവളുടെ നാട്ടു നടപ്പനുസരിച്ച് പൊതുജനത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ കുടുംബത്തിലും അങ്ങനെയുണ്ട്. ചില വ്യക്തികളുടെ അവസ്ഥയും അങ്ങനെയാണ്. ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇനി എന്നതാ ചെയ്യണ്ടേ? ഒരു പിടുത്തമില്ല. എന്താ ചെയ്യണ്ടേ? ഇനി ഒരു മാർഗമില്ല, അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിന്റെ തലയ്ക്കകത്തുള്ള ബുദ്ധിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുമെന്ന് ഇന്ന് ഈ 12 വർഷം രോഗപീഡയായ ഈ സ്ത്രീയുടെ ഒരു അനുഭവത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ഓരോ വ്യക്തിയും വിശ്വസിച്ചു കൊള്ളണം, ഇതെന്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഈ 12 വർഷം എന്നൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം, ആദ്യം പറഞ്ഞ കാര്യം, നമ്മുടെ തലയ്ക്കകത്തേക്ക് എന്ത് കയറി വരും? നിരാശ. ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇനി ഒന്നും ഇല്ലെന്ന്, അത് പോയി, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും തീർന്നു. ഇനി ഞാൻ ഇങ്ങനെ സഹിച്ച് ജീവിച്ചോണം, ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചോണം. തലയ്ക്കകത്തേക്ക് വല്ലാത്തൊരു മരവിപ്പ്. സ്വാഭാവികമായിട്ട് നിരാശ കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാർത്ഥന കുറയും, പള്ളിയിൽ പോക്ക് കുറയും. എന്തിനാ പ്രാർത്ഥിക്കണേ? എന്തിനാ ജപമാല ചെല്ലുന്നേ? എന്തിനാ ബൈബിള് വായിക്കുന്നേ? അല്ലേ? എന്തിനാ ഈ പോട്ടയ്ക്ക് പോണത്? ഇതൊക്കെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും നാളും പോയിട്ടെന്ത് കിട്ടി? വീട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ലേ? വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ? നമ്മളോട് നമ്മുടെ തലയ്ക്കകത്തിരുന്നുകൊണ്ട് പിശാച് പറയും, ചുറ്റുവട്ടത്തുള്ളവരും പറയും. ഇതാ 12 വർഷമായി രക്തസ്രാവമുള്ള ഈ സ്ത്രീ ഒരു കാര്യം നിന്നെ പഠിപ്പിക്കുവാണ്. നിന്റെ ജീവിതത്തിൽ എത്ര വർഷം പഴക്കമുള്ള സംഭവങ്ങളാണെങ്കിലും, എത്ര വർഷം പഴക്കമുള്ള രോഗപീഠകളാണെങ്കിലും നിനക്ക് ഉത്തരമുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്. ആരിലൂടെ? യേശുവിലൂടെ നിനക്ക് സൗഖ്യമുണ്ട്. അടുത്ത വചനം ഒന്ന് വായിച്ചേ. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. എന്ത് വിചാരിച്ചിരുന്നു? ഞാൻ യേശുവിൻ്റെ വസ്ത്രവെളുമ്പിൽ പോയി തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. എവിടെയാ വിചാരിച്ചിരുന്നത്? ഉള്ളിൽ വിശ്വസിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇവൾ ആവർത്തിച്ച് ഈ സ്ത്രീ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് ഈ ഭൂമിയിൽ
ആശുപത്രികൾ മുഴുവൻ കയറിയിറങ്ങി, രക്ഷയില്ല. കയ്യിലുള്ള പണമെല്ലാം തീർന്നു, രക്ഷയില്ല. ഇനി എനിക്ക് രക്ഷ യേശുവിലൂടെ മാത്രം. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. വചനം പഠിപ്പിക്കുന്നു, അങ്ങനെ ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം കർത്താവ് കൊടുത്തത്. വിശ്വസിച്ച അവൾക്ക് വർഷങ്ങളുടെ പഴക്കമുള്ള രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടി. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നന്നായിട്ട് അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. 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 എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകൾ അടച്ചേ. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ നിന്റെ മുമ്പിൽ നിന്നെ പഠിപ്പിക്കുന്ന കാര്യം, വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള രോഗങ്ങളുള്ളവരുണ്ട്. ഇതാ നീ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുമ്പോൾ കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ വ്യക്തി ജീവിതത്തിലുള്ള രോഗപീഠകളെ യേശു ഇതാ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഒരുപക്ഷെ കിടപ്പ് രോഗികളുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള രോഗപീഠകളാൽ നിരാശപ്പെട്ട് കിടപ്പ് രോഗികളുണ്ടാവും. കരങ്ങൾ ഉയർത്തുമ്പോൾ നീ വിശ്വസിക്കണം, ദൈവമേ, ഈ ഉയർത്തിയ കൈകളിൽ എൻ്റെ കുടുംബത്തിലെ കിടപ്പ് രോഗികളുണ്ട്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി വിളിക്കാൻ പോവാം. നമ്മൾ വലിയൊരു ശുശ്രൂഷയിലാണ്. വർഷങ്ങൾ പഴക്കങ്ങളുള്ള രോഗപീഠകൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ പലർക്കും ഉണ്ടാവും. ചില പാരമ്പര്യ രോഗങ്ങൾ കടന്നു വന്നിട്ടുള്ളവരുണ്ടാവും. ഇനി രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. ആ മേഖലകളെ സമർപ്പിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി, ദൈവശക്തി ഇതാ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. കാലങ്ങളായിട്ടുള്ള രോഗപീഠകളെ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, യേശുവിന്റെ ശക്തി, അത്ഭുത ശക്തി ദൈവജനത്തിലേക്ക് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഓ ദൈവത്തിന്റെ ശക്തി, അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്നു. ആരാധന. യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള രോഗിക്ക് സൗഖ്യം നൽകിയ കർത്താവ് വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള രോഗപീഠകളിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് സൗഖ്യം നൽകി വിശുദ്ധീകരിക്കുന്നു. കർത്താവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വിശ്വസിക്കണം. രക്തസ്രാവക്കാരി സ്ത്രീ ഉള്ളിൽ വിശ്വസിച്ചിരുന്നു, കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തുന്നു. ആ വലിയ വിശ്വാസത്തിൽ ആ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. ഇത് നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, അടുത്തതായി വായിച്ചു ധ്യാനിക്കേണ്ട ദൈവവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ദൈവവചന ഭാഗമാണ്. പക്ഷെ നമ്മളിപ്പോൾ വായിക്കുന്നത് ഇതാ വർഷങ്ങൾ പഴക്കമുള്ള മറ്റൊരു രോഗപീഠയെക്കുറിച്ചാണ്. ഇത് ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചുകൊള്ളണം. കാരണം ഇത് നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു സൗഖ്യ ശുശ്രൂഷയാണ്. ഇതാ വായിക്കാം. 5-ാം അധ്യായം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേർഡ്സ് 2 ഓൺവേർഡ്സ്, 2 മുതലുള്ള വചനം വായിക്കാം. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായി ഭാഷയിൽ ബെത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷം? 38 വർഷം. ശ്രദ്ധിച്ചോണേ,
ആദ്യം കണ്ടത് എത്ര വർഷം? 12 വർഷം. ഇതാ വചനം പഠിപ്പിക്കുന്നു, 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വചനം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു. അതായത് അവൻ വളരെ നാളായി അവിടെ കിടപ്പിലാണെന്ന് ആരറിഞ്ഞു? പറയൂ. ഈശോ അറിഞ്ഞു. അപ്പൊ ഈശോ അറിയുന്നു എന്ത്? കിടപ്പിലുള്ള രോഗികളെയൊക്കെ ഈശോ അറിയുന്നു. അടുത്ത വചനങ്ങൾ വായിച്ചേ. യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു. എത്ര വർഷം? ഉച്ചത്തിപ്പറ. 38. ഈശോക്ക് എത്ര വയസ്സുണ്ട്? 33. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയതാ. എത്ര വർഷം? 38 വർഷം. ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയത്. അവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചേ. 38 വർഷം അല്ലേ? 38 വർഷമായി അവൻ അവിടെ അങ്ങനെ കിടക്കുവാണ്. ഈശോ അവൻ കിടപ്പിലാണെന്നറിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? പറഞ്ഞേ, എന്നാ ചോദ്യം? എടാ, നീ സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇതാണ് ചോദ്യം. ഒന്ന് പറഞ്ഞേ, ആ ചോദ്യം പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ചോദിച്ചേ. ഓൺലൈനൊക്കെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ, സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ നമ്മൾ എന്തുത്തരം പറയും? ഇപ്പൊ ചോദിച്ചല്ലോ, അപ്പൊ എന്തുത്തരം പറയും? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. യെസ് ഓർ നോ, അതല്ല വേണ്ടത്. എന്നാൽ ഇവൻ എന്തുത്തരം പറഞ്ഞു? ഇവൻ പറഞ്ഞ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവൻ പറഞ്ഞ ഉത്തരം നമ്മുടെയൊക്കെ പലരുടെയും ഉള്ളിലുള്ള ഒരു ഉത്തരമാണ്. അവൻ പറഞ്ഞ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ പറഞ്ഞു, 7-ാം വചനം, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഇതാണ് ഇവന്റെ സങ്കടം. ഇവൻ പറയാണ്, കർത്താവേ, 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരും ഇല്ല. ആരും ഇല്ല. പറഞ്ഞേ, ആരും ഇല്ല. ആർക്ക്? പറയുന്ന ചേച്ചിക്ക് ആരും ഇല്ല. ചേച്ചി ആരാ ഉള്ളേ? ചേട്ടാ ആരാ ഉള്ളേ? വല്ലവരും ഉണ്ടോ? പിന്നെ ഒത്തിരി പേരുണ്ട്. വെറുതെ ഒരാവശ്യത്തിന് ആരും ഉണ്ടായില്ല ചേട്ടാ. അല്ല, ചേട്ടൻ ചിന്തിച്ചു നോക്കി, വല്ലവരും ഉണ്ടായിട്ടുണ്ടോ? കാര്യം ശരിയാ, കൂട്ടത്തിലൊക്കെ കൂടാനും കയ്യടിക്കാനും പാട്ടുപാടാനൊക്കെ ആളൊക്കെ ഉണ്ട്. ഒരാവശ്യം വരുമ്പോൾ ആരാ കൂടെയുള്ളേ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആർക്കാ സഹോദരനെ മനസ്സിലായത്? ആർക്കും മനസ്സിലാകത്തില്ലെന്ന്. ഇതൊക്കെ നമ്മൾ പറയും. പിന്നെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ 9 പേരാ. 9 പേര് മക്കളായിട്ടല്ല, ഇവരുടെ ഒരു കൂട്ടുകുടുംബമാണ്. 9 പേരുണ്ട്. അച്ഛാ, എൻ്റെ പണി എന്നാന്നറിയോ? ആ വീട്ടിൽ വെച്ച് വിളമ്പുക. ഒരു മനുഷ്യൻ എന്നെ സഹായിക്കണ്ടേ? ഞാനിങ്ങനെ വേലക്കാരിനെ പോലെ ആ വീട്ടിൽ ഇങ്ങനെ വെച്ച് വിളമ്പി ജീവിക്കുന്നു. എന്നെ ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ? ആർക്കെങ്കിലും എന്നെ മനസ്സിലാവണ്ടേ? വീട്ടിൽ ആളുകളില്ലേ? ഉണ്ടെന്ന്, 9 പേരുണ്ടെന്ന്. പക്ഷേ ഒരു മനുഷ്യനും കൂടെ ഇല്ല. ഇത് നമ്മുടെ എല്ലാവരുടെ സങ്കടമാണ്. ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗി പറയാണ്, ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്കാരുമില്ല എന്നുള്ള സങ്കടം ഇവന്റെ ഉള്ളിലല്ലേ? അല്ലേ? ഇവന്റെ രോഗം എന്തായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ശാരീരിക രോഗം, കിടപ്പിലാണ്. പക്ഷേ ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് ഇവന്റെ മാനസിക അവസ്ഥ. മനസ്സിലായോ? ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് അവന്റെ ഉള്ളിലുള്ള വിഷമം. അവന്റെ ഉള്ളിലുള്ള വിഷമം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരിക രോഗത്തെക്കാൾ വലുതാണെന്ന് മനസ്സിലെ അവസ്ഥ, മനസ്സിലെ ഭാരം.
ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിനുണ്ടാവുന്ന രോഗമാണോ മനസ്സിനുണ്ടാവുന്ന രോഗമാണോ വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? കാരണം പറഞ്ഞ കാരണം എന്താ? മനസ്സിനാണെന്ന് പറഞ്ഞ കാരണം എന്താ? പറ ചേട്ടാ, കാരണം എന്താ? ചേച്ചി, കാരണം എന്താ? ഒരു മനുഷ്യനും നിന്റെ മനസ്സിലെ അവസ്ഥ മനസ്സിലായില്ല. ഇപ്പൊ കൈ ഒടിഞ്ഞു, നാട്ടുകാർ നിന്നെ സഹതാപത്തോടെ നോക്കും, നിന്നെ ഒന്ന് ശുശ്രൂഷിക്കും. പാവം, കൈ ഒടിഞ്ഞിരിക്കുക. പനി പിടിച്ചു, എന്നാ പിന്നെ പാവം, അതിനെ ഒന്ന് ഇച്ചിരി കഞ്ഞി കൊടുക്കാം, ഒന്ന് ശുശ്രൂഷിക്കാം. നാട്ടുകാർ നിന്നെ സഹായിക്കും, വീട്ടുകാർ സഹായിക്കും. പക്ഷേ നിന്റെ ഉള്ളിലുണ്ടാവുന്ന ചില അനുഭവങ്ങൾ ഒരു മനുഷ്യനും മനസ്സിലാവത്തില്ല. 38 വർഷമായി ഒരുത്തൻ കിടക്കുന്നു. എത്ര വർഷം? 38 വർഷം. എന്താ അവന്റെ സങ്കടം? എനിക്കാരുമില്ല. രണ്ടാമത്തെ സങ്കടം എന്നാന്നറിയോ? ഞാൻ എത്തുമ്പോഴേക്കും വേറെ പലരും എത്തിക്കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ മിടുക്കന്മാർ വേറെ പലരും ഉണ്ടെന്ന്, എനിക്ക് മാത്രം മിടുക്കില്ല. കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട്, പിടിപാടുള്ളവർ ഒത്തിരി പേരുണ്ട്, സമൂഹത്തിൽ അധികാരമുള്ളവർ ഒത്തിരി പേരുണ്ട്, കുടുംബ പാരമ്പര്യമുള്ളവർ ഒത്തിരി പേരുണ്ട്. ഞാനോ, എനിക്കൊരു പേരുമില്ല, പ്രശസ്തിയുമില്ല, ഒരു പിടിപാടുമില്ല, എനിക്കാരുമില്ല. ഇതിവന്റെ ഉള്ളിലെ ദുഃഖമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിലെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ചില ദുഃഖങ്ങൾ നീ കൊണ്ടു നടക്കുന്നു. എന്നാൽ ആ ദുഃഖം ഈ ഭൂമിയിൽ ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയുന്നു? ഒച്ചത്തി പറയൂ, ഈശോ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ദുഃഖം ഈശോ അറിയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേട്ടാ, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് സങ്കടം ഉണ്ടല്ലോ, വിഷമിക്കേണ്ടെന്ന്. ആരറിയുന്നു ഈ വിഷമം? ഈശോ അറിയുന്നു. ഈശോ അറിയുന്നു നിന്റെ വിഷമം, നിന്റെ ഉള്ളിലുള്ള വിഷമം, സങ്കടം ഈശോ അറിയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വിഷമം ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമെന്നറിഞ്ഞോ? ഇതിങ്ങനെ കൊണ്ടു നടക്കും തോറും നിന്റെ ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗപീഠകൾ കടന്നു വരും. അതാ കുഴപ്പം. അതിനെയാണ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. മനസ്സിലുണ്ടാവുന്ന രോഗപീഠ എങ്ങോട്ട് പടരും? ശരീരത്തിലേക്ക് പടരും. നമ്മളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ശാരീരിക രോഗപീഠകൾക്ക് കാരണം മനസ്സിലുള്ള പല രോഗങ്ങളാണ്, മനസ്സിന്റെ ഭാരമാണ്. മനസ്സിൽ കിടക്കുന്ന ഈ രോഗങ്ങൾ നിന്റെ ശരീരത്തിലോട്ട് കടന്നു വരും, നിന്നെ പീഡിപ്പിക്കും. ശ്രദ്ധിച്ചേ, 38 വർഷമായി. എത്ര വർഷം? 38 വർഷമായി രോഗിയായി കിടന്നിരുന്നവന്റെ പക്കലേക്ക് കടന്നു വന്ന ഈശോ നിന്റെ പക്കലേക്ക് ഈ ശുശ്രൂഷ സമയത്ത് കടന്നു വരുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ. ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഇപ്പോൾ ഇതാ ഈശോ നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജീവിതം മനസ്സിലാക്കണം. പലതരത്തിലുള്ള ഭാരങ്ങളിലുള്ളവരുണ്ട്. പലതരത്തിലുള്ള ഭാരങ്ങൾ. എന്ത് വലിയ ഭാരമാണെങ്കിലും, നിന്റെ ഉള്ളിലുള്ള സങ്കടം എത്ര വലുതാണെങ്കിലും നീ വിഷമിക്കേണ്ടെന്ന് അല്ലേ? അമ്മയുടെയൊക്കെ കണ്ണുനീരെന്ത് വലുതാ. ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുണ്ടെന്ന്, മകളുടെ കല്യാണം നടക്കുന്നില്ലെന്ന്. എത്ര വർഷമായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ മകളുടെ കല്യാണം. വർഷങ്ങളായി ഈ കണ്ണുനീരിനൊരു അറുതി വേണ്ടേ? ഈ കണ്ണുനീരിനൊരു ഉത്തരം വേണ്ടേ? നിന്റെ കുടുംബത്തിലെ ഓരോ അവസ്ഥയും, മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും കുടുംബത്തിന്റെ അവസ്ഥയുടെ മുമ്പിൽ എന്താ ചെയ്യേണ്ടെന്നറിഞ്ഞുകൂടാ. വർഷം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കകത്തോട്ട് നിരാശ കയറി വരും, ഈ ഭാരം ഉള്ളിലോട്ട് കയറി വരും, നിന്നെ പുറകോട്ട് വലിക്കും. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള മാനസിക ദുഃഖങ്ങളെ ഈശോ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്, കുടുംബത്തിലെ സ്വത്ത് വിഭജനം നടന്നപ്പോ വിചാരിച്ചതുപോലെ കിട്ടിയില്ല. വർഷങ്ങളായ ആ ഭാരം ഉള്ളിലുള്ളവരുണ്ടെന്ന് ഇരിപ്പുണ്ട്, ഉള്ളിലിരിക്കുക ആ വിഷമം. വർഷങ്ങളായിട്ടുള്ളൊരു വിഷമം ഉള്ളിൽ കിടക്കുക.
ചിലരോട് വർഷങ്ങളായിട്ടുള്ള ദേഷ്യമുള്ളവരുണ്ടല്ലോ, വർഷങ്ങളായിട്ട് വെറുപ്പ് കൊണ്ട് നടക്കുന്നവർ, വർഷങ്ങളായിട്ട് ഭയത്തിന് അടിമകൾ, വർഷങ്ങളായിട്ട് അപകർഷതാബോധത്തിന്റെ അടിമകൾ. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. ചാടി എഴുന്നേറ്റ് നിന്നെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന രോഗിയുടെ മുമ്പിൽ യേശു കടന്നു വന്നതുപോലെ നിന്റെ മുമ്പിലും യേശു കടന്നു വന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. മറ്റുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നവർ മിടുക്കരാണ്, അവർ കഴിവുള്ളവരാണ്, ആയിക്കോട്ടെ. എന്നാൽ നിന്റെ മുമ്പിലേക്ക് ഈശോ കടന്നു വന്നിട്ട് പറയുന്നു, മകനെ, മകളെ, നീ അനുഭവിക്കുന്ന വിഷമം, നിന്റെ മാനസിക ദുഃഖം എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ആ പഴക്കമുള്ള ജീവിതത്തിന്റെ ദുഃഖത്തിലേക്ക് ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേലുള്ള മാനസിക ദുഃഖങ്ങളെ, മാനസിക ഭാരങ്ങളെ ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള മാനസിക രോഗപീഠകളെ, മനസ്സിന്റെ ദുഃഖഭാരങ്ങളെ, ഭയചിന്തകളെ യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വലിയ വിടുതൽ പ്രാപിക്കപ്പെടട്ടെ. സൗഖ്യത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന വർഷങ്ങൾ പഴക്കമുള്ള സൗഖ്യത്തിന്റെ മേഖല വെളിപ്പെടുത്തുന്നത് ലൂക്കാസ് സുവിശേഷം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13, 13-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചാൽ നമ്മൾ ഒരു രോഗിയെ നമ്മൾ പരിചയപ്പെടും. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു രോഗപീഠയാണ്. നമുക്കൊന്ന് പഠിക്കാം. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13, 13-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനം മുതൽ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത വചനം ശ്രദ്ധിച്ചോളൂ. 18 വർഷമായി. എത്ര വർഷം? ഒച്ചത്തിൽ പറ. 18 വർഷമായി. എത്ര വർഷം? 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടല്ലോ, ശ്രദ്ധിച്ചോ, വചനം ശ്രദ്ധിച്ചോ. ഒന്നും കൂടെ വായിച്ചോ, അതൊന്ന് മനസ്സിലാവട്ടെ. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ഏതാ രോഗം? കൂന്. കൂന് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. കൂന് പിടിച്ചുപോയി. വചനം പറയുന്നു അതിനൊരു കാരണമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഒരാത്മാവ് ബാധിച്ച്. അതിന് കാരണമുണ്ടെന്ന്. 18 വർഷമായി ഈ സ്ത്രീ കൂനിയായി പോകാൻ ചില കാരണങ്ങളുണ്ടെന്ന്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? നിന്റെ ജീവിതത്തിലും നിനക്കും നിവർന്ന് നിൽക്കാൻ പറ്റാത്ത വണ്ണം, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ ലജ്ജ തോന്നുന്ന വണ്ണം നിന്റെ ഉള്ളിലും ചില ആത്മാവ് ബാധിച്ച കൂനുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിന്റെ ഉള്ളിൽ ഒരു കൂനുണ്ട്. തോന്നിയില്ല, ഇരിപ്പ് കണ്ടാ തോന്നിയല്ല, പക്ഷേ ഉള്ളിലൊരു കൂനുണ്ട്. 18 വർഷമായിട്ട് കൂന് പിടിച്ചൊരു സ്ത്രീ, ഒരു ആത്മാവ് ബാധിച്ചിട്ട് കൂന് പിടിച്ചൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. വചനം ഒന്ന് മുന്നോട്ട് വായിച്ചു പോട്ടെ. 12-ാം തിരുവചനം. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എത്ര വർഷം? 18. നമ്മുടെ ആദ്യത്തെ രക്തസ്രാവക്കാരി സ്ത്രീ എത്ര വർഷം? 12.
തളർവാദം പിടിച്ച് ബെത്സൈദ കുളക്കരയിൽ കിടന്നവൻ എത്ര വർഷം? 38. ഇവിടെ എത്ര വർഷം? 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ പറ്റാത്തവണ്ണം കൂനിയായ പോയ ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മാവ് ബാധിച്ചെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു പൈശാചിക പീഡ. ഇതൊരു പൈശാചിക പീഡയാണ്. നിന്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്തവണ്ണം നിന്നെ വളയ്ക്കുന്ന ചില പൈശാചിക പീഡകൾ നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്വാതന്ത്ര്യം മുഴുവൻ നശിപ്പിക്കുന്ന ചില പൈശാചിക പീഡകൾ നിനക്കും എനിക്കും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി കുറെ നാളായിട്ട് പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. ഞാൻ ഈ സഹോദരിയോട് സംസാരിച്ച്, എൻ്റെ പൊന്നു ചേച്ചി ഇതെന്താ കാണുന്നില്ലല്ലോ, പ്രാർത്ഥനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ. സംസാരിച്ചു വന്നപ്പോൾ ഈ ചേച്ചി പറയാ, അച്ഛാ ഞാനിപ്പോ കുറെ നാളായി പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. കൊറോണയ്ക്ക് ശേഷം പൊതുവെ ഇപ്പൊ പ്രാർത്ഥന ഗ്രൂപ്പിലൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ 2019-20 തൊട്ട് ഇപ്പൊ 25ആയി. ഇപ്പൊ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊന്നും പോകുന്നില്ല. 4-5 വർഷമായിട്ട് ഇപ്പൊ പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് സംസാരിച്ച് വന്നപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവണ്ണം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാൻ പറ്റാത്തവണ്ണം ഒരു പൈശാചിക പീഡ പിടികൂടിയിരിക്കുന്നു. എന്താണെന്നറിയോ? ഒരു അശുദ്ധമായ ഒരു ബന്ധം. ഇടവകപ്പള്ളിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളോടുള്ള ഒരു അശുദ്ധ ബന്ധം ഈ സ്ത്രീയുടെ ഉള്ളിൽ കയറിയിരിക്കുക. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? എപ്പോഴും അയാളെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. കല്യാണം കഴിച്ച് 2 മക്കളുള്ള ചേച്ചിയാ. അയാളെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. എന്ന് മാത്രമല്ല, വാട്സപ്പിൽ മുഴുവൻ നേരവും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. 24 മണിക്കൂറും പ്രാർത്ഥനയില്ല. 24 മണിക്കൂറും കുടുംബത്തിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വമൊന്നുമില്ല. അയാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പൈശാചിക പീഡയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു ശുശ്രൂഷകൻ, സ്വന്തം ജീവിത പങ്കാളിയുണ്ട്, മകനുണ്ട്. വർഷങ്ങളോളം ശുശ്രൂഷ മേഖലയിൽ ഉണ്ടായിരുന്ന കരുത്തുറ്റ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. കഴിഞ്ഞ നാളിൽ ഞാൻ കേട്ടു, അയാള് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് താമസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന വലിയ ശക്തനാണ്. കൗൺസിലിങ്ങിന് വന്ന സ്ത്രീയാണ് ഇപ്പോൾ കൂടെയുള്ള സ്ത്രീ. കാര്യം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ഈ ബന്ധം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായെന്ന്. സ്വന്തം ജീവിത പങ്കാളിയെ മക്കളും ഉണ്ടെന്ന്. നിസാരപ്പെട്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മേഖലയുള്ളവർ മാത്രമൊന്നുമല്ല, ഓരോ വ്യക്തിയും ചിന്തിക്കണം. നിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ കുനിഞ്ഞു നിർത്തുന്ന, നിന്റെ ജീവിതത്തെ കെട്ടിയിടുന്ന ചില പൈശാചിക ശക്തികളും വ്യക്തികളും മേഖലകളും നമുക്കൊക്കെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളെ ഒരു ചേച്ചി ഒന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ യൂട്യൂബില് സേവ്യർ ഖാൻ വട്ടായിലച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം ചേച്ചി കേൾക്കണം. അല്ല അച്ഛാ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് എനിക്ക് ഇതുവരെ ആയിട്ടും സേവ്യർ ഖാൻ വട്ടായിലച്ഛൻ്റെ പ്രസംഗം മുഴുവനായി കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി ചേച്ചി? ബാറ്ററി പവർ കുറവാണ്. എന്താ ഈ ചേച്ചിയുടെ മൊബൈലിന് എന്താ? അതല്ല അച്ഛാ, ഞാൻ വലിയ ആഗ്രഹത്തിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി യൂട്യൂബിലെടുക്കും. അതിപ്പോൾ ഓൺ ചെയ്ത് വരും. അപ്പം അച്ഛൻ്റെ പ്രസംഗം ഇങ്ങനെ വരുന്നതോടൊപ്പം തന്നെ ആ പ്രസംഗത്തിൻ്റെ മുകളിലും താഴെയുമായിട്ട് വേറെയും ചിലതൊക്കെ വരും. തമ്പിനയിലൊക്കെ ഇങ്ങനെ വരുവേ. അപ്പം അത് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും. ഞാൻ അറിയാതെ അവിടെ പിടിച്ചൊരു ഞെക്കും. അപ്പം അത് വേറെ സ്ഥലത്തോട്ട് ചെല്ലും, പിന്നെ അത് വേറെ സ്ഥലത്തോട്ട് ചെല്ലും. എൻ്റെ പൊന്നച്ചാ, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. ഇതുവരെയായിട്ടും വട്ടായിലച്ഛൻ്റെ പ്രസംഗം മുഴുവൻ കേൾക്കാൻ പറ്റിയിട്ടില്ല. വേറെ പലതും അനാവശ്യമുള്ളത് എല്ലാ ദിവസവും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചിക്ക് അറിയാമല്ലോ, ഇന്നലെ ചേച്ചി ആഗ്രഹിച്ചിട്ടിരുന്നു, എന്നിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇന്ന് കേൾക്കണമെന്നൊരാഗ്രഹം വേണ്ട. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റണില്ലച്ചാ. എന്താണെന്നറിഞ്ഞുകൂടാ. ഈ മൊബൈൽ ഫോണിൽ അതും ഇതൊക്കെ കാണുമ്പോഴേ അവിടെയൊക്കെ കുത്താനായിട്ട് വല്ലാത്തൊരു ജിജ്ഞാസ. അറിയാതെ കുത്തുമ്പോൾ അത് വേറെ സ്ഥലത്തോട്ട് പോകുന്നച്ചാ. പിന്നെ ഞാൻ അത് കണ്ടു തീരുമ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിയും. പിന്നെ വേറെ സ്ഥലത്ത് ചെല്ലും. ഇതുവരെ ആയിട്ടും വചന ശുശ്രൂഷ കാണാനും കേൾക്കാനും പറ്റിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലായി? അതായത് ഇതൊരു പൈശാചിക പീഡയാണ്. വലിയ ആഗ്രഹമുണ്ടെന്ന്. CA പഠിക്കുന്ന പെണ്ണ് വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് CA പരീക്ഷ പാസ്സാകണം, ഒരു പേപ്പറും കൂടെ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, എന്താ തടസ്സം?
അതെ സോഷ്യൽ മീഡിയയ്ക്ക് ഞാൻ അഡിക്റ്റാണ്. ഞാൻ പറഞ്ഞു നീ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം, നീ അതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് വേണ്ടെന്ന് വെക്കണം. എല്ലാം വേണ്ടെന്ന് വെച്ചാ അച്ഛാ എല്ലാം വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്താ പ്രശ്നം? അല്ല ഞാനേ ഓൺലൈനിലാണ് ഞാൻ ഈ ഓൺലൈനിലാണ് പഠിക്കുന്നത്, അപ്പൊ യൂട്യൂബിൽ റീൽസ് വരുന്നു. ഇൻസ്റ്റാഗ്രാം വേണ്ടാന്ന് വെച്ചു, വാട്സപ്പ് വേണ്ടാന്ന് വെച്ചു, ഫേസ്ബുക്കും വേണ്ടാന്ന് വെച്ചു. പക്ഷേ അച്ഛാ ഈ യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലോ അച്ഛാ ഞാൻ പഠിക്കുന്നത്, ഓൺലൈനാണ്. പക്ഷെ അവിടെ എൻ്റെ അച്ഛാ പഠിക്കാൻ പറ്റുന്നില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, ഇത് ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിന്റെയും അവസ്ഥയാണെന്ന്. വർഷങ്ങളായിട്ട് ചില പൈശാചിക പീഡകൾ നിവർന്നു നിൽക്കാൻ പറ്റാത്ത വണ്ണം നമ്മളെ കുനിച്ചു പിടിച്ചിരിക്കുന്നു. 18 വർഷമായി രോഗിയായി കുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീ, ഈ സ്ത്രീയുടെ മുമ്പിലേക്ക് ഈശോ വന്നിട്ട് പറഞ്ഞു, സഹോദരി ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, നിന്റെ ബന്ധനത്തെ വിടുവിച്ച് നിനക്ക് രോഗസൗഖ്യം ഇതാ നൽകുന്നു. ഈശോ ആ സഹോദരിയെ സൗഖ്യപ്പെടുത്തിയതുപോലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് വർഷങ്ങളായിട്ടുള്ള നിന്റെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുന്നു. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, ഓൺലൈനൊക്കെ ഉള്ളവരും എഴുന്നേറ്റ് നിന്നോണം, കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് കുംഭസാരങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ചില പാപശീലങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച്, ചെറുപ്പകാലം മുതൽ കടന്നു വന്ന ചില ദുശീല പീഡകൾ, ചില ബന്ധങ്ങൾ, ബന്ധ തകർച്ചകൾ സമർപ്പിച്ച്, യേശുവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, 18 വർഷത്തിലധികമായി കുനിഞ്ഞു നിൽക്കുന്നൊരു സ്ത്രീയെ ഞങ്ങൾ മനസ്സിൽ കാണുന്നു. യേശുവേ അങ്ങ് കടന്നു വന്ന് സ്പർശിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും വർഷങ്ങൾ പഴക്കങ്ങളുള്ള ഈ രോഗപീഠയുടെ മേൽ കർത്താവേ, ഈ പൈശാചിക പീഡയുടെ മേൽ കർത്താവേ അങ്ങ് ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഇതാ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. നിന്റെ പൈശാചിക പീഡകളെ, നിന്റെ തിന്മയുടെ കെട്ടുകളെ യേശു അഴിക്കട്ടെ. വർഷങ്ങൾ പഴക്കങ്ങളുള്ള എല്ലാ രോഗപീഡകളും, എല്ലാ പൈശാചിക ശക്തികളും, എല്ലാ ശാപപീഡകളും യേശുവിന്റെ അത്ഭുത നാമത്തിൽ വിശുദ്ധീകരിച്ച് സൗഖ്യത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ. ആരാധന ആരാധന ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് put a cross on your forehead and bless yourself. Praise the Lord. ഹല്ലേലൂയ. 3 മേഖലകൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചു. 1, 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ വർഷങ്ങൾ പഴക്കങ്ങളുള്ള ചില തടസ്സങ്ങൾ കിടക്കുന്നു. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തീർക്കാമെന്ന് വിചാരിച്ചു, തീർക്കപ്പെടുന്നില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യത്താൽ സൗഖ്യം, വിടുതൽ പ്രാപിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ. 38 വർഷമായി ബെത്സൈദ കുളക്കരയിൽ കിടന്നിരുന്ന തളർവന്ന വളർവാദം പിടിപെട്ട രോഗി. ആ വ്യക്തിയുടെ സങ്കടം ശരീരം തളർന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി മനസ്സിൽ വലിയ ഭാരം. എനിക്കാരുമില്ല, എന്നേക്കാൾ കഴിവുള്ളവരാണ് ബാക്കിയുള്ളവരൊക്കെ, എനിക്കാരുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സിൽ ഭാരങ്ങളുള്ള അനേകർ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അതിലൊരാളാണ്. ഇതാ ഈശോ നിന്റെ കിടപ്പ് കണ്ട്, നിന്റെ മാനസികാവസ്ഥ കണ്ട് നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ. 18 വർഷമായി കൂനിയായി പോയ സ്ത്രീ, ഒരാത്മാവ് ബാധിച്ച് കൂനിയായി എന്ന് പറഞ്ഞാൽ ഒരു പൈശാചിക പീഡയാണ്, ഒരു ദുശീലമാണ്, ഒരു തിന്മയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില തിന്മകൾ വർഷങ്ങളായി നമ്മളെ പിടികൂടിയിട്ടുണ്ടാവും. നിവർന്നു നിൽക്കാൻ പറ്റാത്തവണ്ണം കൂനിയായി പോകുന്ന അവസ്ഥ. ഇതാ ഈശോ നിന്റെ മേൽ അത്ഭുതകരമായ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്ന. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ ആമേൻ. ഇത് സംഭവിക്കട്ടെ. പറഞ്ഞേ ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഇത് സംഭവിക്കട്ടെ എന്ന് പറ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.